മകരവിളക്കിനോട് അടുക്കുന്ന ഓരോ ദിവസവും സന്നിധാനത്തെ കാഴ്ച അതിതാകും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല. കാരണം വരും ദിവസങ്ങളിലും വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി 4 ലക്ഷത്തിലധികം ഭക്തരാണ് അയ്യപ്പ ദർശനം കഴിഞ്ഞു മടങ്ങിയത്. അതായത് ഇനി 14-ാം തീയതി വരെ, മകരവിളക്ക് ദിവസമായ 14-ാം തീയതി വരെ ഇത്തരത്തിൽ ഭക്തജനങ്ങളുടെ ഒഴുക്കുണ്ടാകും. അതിൽ പലരും ഇവിടെ തുടരും. മകരവിളക്ക് ദർശനശേഷമാകും അവർ മടങ്ങുക. ഏറ്റവും കൂടുതൽ ഭക്തരെത്തിയത് കഴിഞ്ഞ ദിവസമാണ്. 1,05,680 ഭക്തരാണ്, അയ്യപ്പ ഭക്തരാണ് ഇവിടേക്ക് എത്തിയത്. അവരെല്ലാവരും ഏറ്റവും ഒടുവിലത്തെ, ഈ ഫ്ലൈ ഓവറിന്റെ ഏറ്റവും ഒടുവിലത്തെ ആ ഒരു സ്ഥലത്താണുള്ളത്. തൊട്ടപ്പുറത്ത് അവർ കാത്തിരുന്ന കാഴ്ചയാണ് അവർക്കായി ഉള്ളത്. അയ്യപ്പ ദർശനത്തിനായി നിൽക്കുകയാണ്, പ്രാർത്ഥനകളോടെ നിൽക്കുകയാണ് അവർ. നിലവിൽ എന്തായാലും വിവിധ വകുപ്പുകളുടെ യോഗങ്ങൾ നടക്കുകയാണ്. മകരവിളക്കിനായുള്ള സജ്ജീകരണങ്ങൾ, അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം എല്ലാ വകുപ്പുകളും അവലോകനം ചെയ്തു കഴിഞ്ഞു. ഇനി എല്ലാ സജ്ജീകരണങ്ങളും അവസാന ഘട്ടത്തിലാണ് നിലവിലുള്ളത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും 1 ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ സന്നിധാനത്ത് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം സങ്കടകരമായൊരു വാർത്ത സന്നിധാനത്ത് നിന്ന് പങ്കുവയ്ക്കാനുള്ളത്, കഴിഞ്ഞ ദിവസമാണ് ഹൃദയ സംബന്ധമായ അസുഖം കാരണം കോതമംഗലം സ്വദേശിയായ സിവിൽ പോലീസ് ഓഫീസർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ KK ജയൻ സന്നിധാനത്ത് വെച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും പമ്പ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തത്. അത് വലിയ സങ്കടമുണ്ടാക്കുന്നുണ്ട്. കാരണം ഇത്തരം മനുഷ്യരാണ് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സജ്ജീകരണങ്ങളും സൗകര്യവും ഒരുക്കുന്നത്. അവർ സേവനത്തിലൂടെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മരണത്തിന് കീഴടങ്ങുന്നു എന്ന വാർത്ത കൂടി സന്നിധാനത്ത് നിന്ന് പങ്കുവയ്ക്കാനുണ്ട്. MS സുഹിത്തിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.